ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ വ്ളോഗ് ഇഷ്ടമാവുമോ അതോ ഞാൻ ഡെയിലി ചെയ്യുന്ന DIY സോയിങ് വീഡിയോസ് ആണോ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിതങ്ങ് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് സ്പെയിൻ കാണാനായിട്ട് ഇറങ്ങിയതാണ്, മഡ്രിഡ്. ഏറ്റവും ആദ്യം ആളുകൾ കാണണം എന്ന് കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് റോയൽ പാലസ് ഓഫ് മഡ്രിഡ്, സ്പെയിൻ. അപ്പോൾ അതുപോലെ ഞങ്ങളും അത് കാണാനായിട്ട് ഇറങ്ങി. നല്ല ചൂടായിരുന്നു, പക്ഷേ എന്നാലും ഈ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ തന്നെ അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും, പിള്ളേർ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ടായിരുന്നു. ആ ഗാർഡൻ കുറച്ച് നേരം ഞങ്ങൾ അതിലേക്ക് നടന്ന് കണ്ടു. 1700s ഒരു ബിൽഡിങ്ങൊക്കെയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് അവരുടെ ആ ആർക്കിടെക്ചർ, ഹെറിറ്റേജ് അതെല്ലാം കണ്ട് അതിലിങ്ങനെ നടന്നു. പിള്ളേർ കളിക്കുന്ന ഡാൻസും കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡായി. അന്ന് യാത്ര ചെയ്ത ദിവസമായ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതായിട്ട് ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നല്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്കങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. റോയൽ പാലസിൻ്റെ അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഗ്രാൻ വിയ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ്. അതിവിടെ സ്പെയിനിലെ ന്യൂയോർക്ക് ബ്രോഡ്വേ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ബ്രോഡ്വേ ഓഫ് ന്യൂയോർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ട്രീറ്റ്. ഭയങ്കരമായിട്ട് കുറേ കടകളും റെസ്റ്റോറൻറ്റ്സും എല്ലാ തരം ഷോപ്പുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എല്ലാം ഉള്ളതാണ്. അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചെന്ന് ഫുഡ് കഴിക്കാം. സ്പാനിഷ് ഫുഡ് നമുക്ക് തീരെ പറ്റില്ല കേട്ടോ, എരിവും പൊടിയും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ പോയിട്ടൊരു കബാബും ഒരു ചിക്കൻ റോളും ഒക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ മഡ്രിഡിലെ ആദ്യത്തെ ദിവസം റാപ്പപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് സിറ്റി സെൻറ്ററിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ, ടൂറിസ്റ്റുകളും ജോലി ചെയ്യുന്നവരും എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ബൈ നൗ.